ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മെക്കറിനെ കളിക്കണം. ഞാനിപ്പോൾ പകുതി ഇപ്പം കളിച്ചതേ ഉള്ളൂ. കളിച്ചിട്ടിപ്പം 2 മിനിറ്റായി. ഇതാണ് ഇപ്പം എന്നാൽ പുതിയ സ്റ്റോം ട്രാക്ക് 10. ഞാൻ ഇപ്പം തന്നെ വിചാരിച്ച് 2 കില്ല് എടുത്തതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ഡാമേജ് ഒക്കെ ഉണ്ട്. ഇപ്പം അത് അവിടെ ഇങ്ങോട്ട് വാ ഒന്ന്. അതൊന്നും എത്തൂല. എത്തൊക്കെ ചെയ്യും, എത്തൂലെന്നല്ല. വോർട്ടെക്സ് അവിടെ അത് മണ്ടയിൽ ആ വോർട്ടെക്സിന് റിവോക്കറാണെന്ന് ഞാൻ കാണുന്നത്. അതെടുത്ത് അവ ടങ്ക് വേണം തോന്നുന്നു. എന്നെക്കാളും കൂടുതൽ ഞാൻ നല്ല പേറ്റും ടോപ്പ് നിൽക്കണം. ഞാൻ 3-ആണെന്നാണ് നിൽക്കുന്നത്. എന്താണെന്നാണ് എൻ്റെ ഡൗട്ട്. 100 പോയിൻ്റ് ഒന്നും കൂടെ എടുക്കണം. അവനിൽ അക്കൗണ്ട് കിട്ടിയാണ് ഇത് സ്പിൻ ചെയ്യുമ്പോൾ. ഞാൻ കൺട്രോൾ പോയിന്റും കൂടെ കൊടുക്കാം. ഇപ്പം ഏറ്റവും ടോപ്പ് ഞാനല്ലേ. ഇതൊക്കെ അത്ര ഉള്ളതാണ്ട. എനിക്കില്ലാണ് നടക്കണ്ട. കൺട്രോൾ പോയിന്റ്സ് എടുത്തിട്ട് ഇനി അറിയില്ല. ഇനി ഫുള്ള് കില്ല്. എന്താ നിങ്ങൾ ആൻസർ ആവണം. യെസ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്റ്റോം ട്രാക്ക് 10 ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് ഞാൻ ഇന്ന് അപ്ഗ്രേഡ് ചെയ്ത് 2 10 ആക്കിയിട്ട് ഇന്ന് വോർട്ടെക്സിന് 16 ആക്കുക എനർജി കപ്പാസിറ്റി. ഇതേ സെയിം സ്റ്റോം ട്രാക്ക് 10ഉം മിസൈൽ റാക്ക് 6ഉം അതിലെടുത്തിടും. ഞാനീ അടുത്തടക്കാൻ പോണത് മെക്കിൽ. ഞാൻ അടുത്തടക്കാൻ പോണ കിൽ ഷോട്ടായിരിക്കും. എപ്പോഴെങ്കിലും ഞാൻ അടുത്തടക്കാൻ പോണ സ്റ്റോം ട്രാക്ക് 6 അല്ലെങ്കിൽ റിവോക്കർ 10 ആയിരിക്കും. എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു മെക്കിൽ റിവോക്കർ 10 എംബറിയൻ 6 എടുത്തത്. എന്നിട്ട് സെയിം റീലോഡൊക്കെ ഒരേപോലെ ആയിരിക്കും. ഇത് മെത്തഡും ഇത് റേഞ്ചും ചെയ്യുന്നതായിരിക്കും. ഞാനൊരു തേടല്ല ടോപ്പ് 10 ഞാൻ മറ്റേ കുട്ടിയെ മെക്കിട്ട് ഞാൻ കളിച്ച് നോക്കി. എന്തായാലും ട്രാപ്പും അത് ഫ്രീസാക്കി ഭീഷണി എനിക്ക് എത്താം. നേരത്തെ എനിക്ക് എത്തായിരുന്നു. പിന്നെ പോയി അങ്ങനെ ഫ്രണ്ടിന് ഒരു സ്ഥലത്ത് കിട്ടി. കാണിച്ചത് എവിടെ എനിക്കിനി ഷർജും ഫുൾഷോട്ടും വേണമെങ്കിൽ ഭയങ്കര ആഗ്രഹമായിപ്പോൾ. എനിക്ക് ഷർജ് കിട്ടുമ്പോൾ ഞാൻ എന്താ ഈ സംഭവം
അതിൻ്റെ അതിലെങ്കിലും കിട്ടില്ല. അതാ കിൽ ഷോട്ട് അടിക്കാനേതാ ഈ സമയത്ത് ഇത്രയും കൂടിയില്ല. കിൽ ഷോട്ട് എടുക്കുന്ന ഈ സമയത്തും പിന്നീട് ഓഡിയോ നടക്കുമ്പോൾ ചിലപ്പം ഇതുണ്ടോ സീഫർ നടക്കാൻ പറ്റും. ഓഡിയോ നടക്കുമ്പോൾ എനിക്ക് ഇടേണ്ട സാധനം എന്ന് വെച്ചാൽ റെയിൽ ഗണ്ണാണ്. ഇത് അടിപൊളിയാണ്. എനിക്കിപ്പം 2-3 ഹാങ്ങറുണ്ട്. ഇതൊന്ന് വേറെ ഇതിത്തിരി കുറവാണ്. ഇതിലും വാട്ടക്സിലും RPG ഇതിൽ ഓക്കെ. ഇൻവെന്ററി പവർ 9976, 10909. സർജ് അവനാണെങ്കിൽ പൈസ ഉണ്ട്. എന്തായാലും ഒരു കളി കളിക്കും. ലാൻസർ വെച്ച് ഏറ്റവും ബെസ്റ്റ് കൺട്രോൾ ക്രാഷ് ആയിരിക്കും. അതിനോടൊരു ഹെവി വെപ്പണും കൂടെ. ഇതൊന്നുമല്ല, 3 കൺട്രോൾ പോയിൻറ്റ്സ് ഉള്ള സ്ഥലം ABC 3 മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെയാണ് എല്ലാം വെക്കുന്നവരെ അത് ബെസ്റ്റ് ആയിരിക്കും. കൂടുതലും ലാൻസറും കിൽഷോട്ടൊക്കെ എല്ലാവരും കിൽഷോട്ട്. ഇന്ന് അവിടെ നിന്ന് വന്ന് സ്കോപ്പ് ഇടാൻ നോക്കിയാൽ പൈസ എന്താണോ വരുത്താനൊക്കെ വന്നു. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റോം ട്രാക്ക്? ഓടുക ബി അവിടെയാണ്. ആ പോർഗൻ യൂസറിനെ ഞാൻ കൊള്ളാണ്. ഇത്രയും പെട്ടെന്നാണ് ഇപ്പം കൺട്രോൾ പോയിൻറ്റ്സ് ഒക്കെ ജയിക്കണം. കുറച്ച് കളിച്ച് കില്ല് മാത്രം എടുത്താൽ മതി. ലാൻസർ MVP അത് ഇത്ര 5 കില്ലും ഒരു കൺട്രോൾ പോയിന്റ്. ലാൻസർ 3 കില്ലും 3 കൺട്രോൾ പോയിന്റ് എടുത്ത്. ഇതെന്തോ പുതിയ എനിക്ക് അത് നോക്കണം. പറ്റുന്ന സ്റ്റാർ പോലത്തെ സംഭവമൊക്കെയാണ്. ഇതിലാണല്ലോ ഇതെന്ത് പാരസൈറ്റിനൊരു സ്കിൻ. ഏത് ലാസ്റ്റ് ഇതുണ്ടോ? ഞാൻ അതൊന്ന് സ്പിൻ ചെയ്ത് നോക്കണം. സ്പിൻ ചെയ്താലും എനിക്ക് മെക്ക് കിട്ടൂല.
ഷോർട്ട് ഗൺ 2 എത്ര സ്റ്റാർസ് ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഷോർട്ട് ഗൺ 2 ഇതെന്താ 4 സ്റ്റാറാണ്. 4-ന് 3 സ്റ്റാർ, 8-ന് 2 സ്റ്റാറാണ്. 4 സ്റ്റാർ എന്ന് പറയുമ്പോൾ എംബർ ഗൺ 6 ഒക്കെ ഉണ്ടാ. എനർജി കപ്പാസിറ്റി 6 ഉണ്ടാ. എപ്പിക് സാമ്പിളുണ്ട് അത്ര. നിങ്ങൾക്ക് ഡാമേജ് പെർ ഷോട്ട് അത്ര. ഇതിൻ്റെ ഡാമേജ് ഷോട്ട്ഗൺ 8 എന്തായാലും കൂടുതലാണെന്ന് എനിക്കറിയുന്നു. പക്ഷേ ഞാൻ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. തങ്കൂലൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നു. ഷോർട്ട് ഗൺ 2 എംബർ ഗൺ 6 എനിക്ക് ആ കോമ്പോ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ സമയമാണ് സാവൻറ്റും ക്രയോ ജാവലും ഇതല്ലേ എനിക്ക് എംബർ ഗൺ 12 വേണം. 12 എന്താ അഥവാ ഏതെങ്കിലും നോക്കുന്ന 22 ഈ വോർട്ടെക്സിന് 24 ഉണ്ട്. അപ്പം റിവോക്കർ 10ഉം എംബർ ഗൺ 12 14 ഇത്രയൊക്കെ വെച്ചാണ് 14 ഇല്ല 12. ഓ എംബർ ഗൺ 14 ഇല്ല. അല്ലോ സാഗൺ 14 ഈ എംബർ ഗൺ 12 ആണ്. പുതിയൊരു മെക്ക് എന്ന് പറയുന്നത് ഈ നൊമാഡിന് ചെയ്യുന്ന ഹെൽത്തും ഇതും എല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പം ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട് നമുക്ക് കറുത്തറിയാൻ പറ്റില്ല. അങ്ങനെയാണെന്ന് തന്നെ ഒരു യൂട്യൂബർ പറയുന്നത്. പക്ഷേ കറുത്ത അതേ ഇതാണിപ്പോൾ ഇറങ്ങിയ പുതിയ സ്കിൻ. ഇന്ന് MD കിട്ടി ഇതിലില്ലേ. ഇത് MD കിട്ടി. ഇനി കുറച്ചാൾ കഴിഞ്ഞ് ലാൻസർ ചെയ്ത് കിട്ടും. പിന്നീട് ജിഗർനട്ടിൽ കിട്ടും. പിന്നീട് സ്ലിംഗ് അല്ല കിൽ ഷോട്ട്. നമുക്ക് ഇനി ഓരോ കൺട്രോൾ പോയിന്റും കൂടെ ഇത് ഫ്രീ ഫയർ ആണല്ലേ. എന്താ ലാൻസർ നല്ല എന്താ പറയുക കൊള്ളാനുണ്ടാകും. ഫ്രീ ഫയർ എന്താണെങ്കിൽ ഇതിൽ ലാൻസർ എനിക്ക് ഏറ്റവും ബെസ്റ്റ്. ലാൻസർ ഈ മാപ്പിൽ കളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു പ്ലേസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് അവിടെ കയറാം. അടുത്താ ഇല്ല ഞാൻ അടുത്തില്ല. അതാണ്ട് ഇതിന് കണ്ടേ കണ്ട ലാൻസർ അല്ലെങ്കിൽ ഏഷ്യനോ ഉണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇതിന് കണ്ടേ കയറിച്ചാണ്ട് അവിടെ ഒരു ലാൻസർ ഉണ്ട്. അവിടെ ഏതാ ഇറങ്ങിക്കല്ലേ ആരെങ്കിലും മിമിക്കർ. ഞാൻ മിമിക്കർ നെഗ്ലിക്കുകയാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാൻ പറയുന്നത്. ഇങ്ങനെ ജസ്റ്റ് സ്കാൻ ചെയ്തത് ഏത് ക്യാരക്ടർ കയറിയ അത് അറ്റാക്കറാണോ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അത് ടാങ്കാണോ അങ്ങനെ നോക്കുന്നുള്ളു. അതെങ്ങനെ ലാഗാണ്. അവരുടെ അറ്റാക്കർ അതും അവനായിരിക്കും. ഇതും കുറേ പേര് 76
കിടക്കണം കേട്ടോ. അതുകൊണ്ട് എനിക്കത് കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ ഈ കളി നടത്താൻ പോണ ഈ തോക്കും. ഞാൻ ഈ തോക്കുന്ന കളിയൊന്നും കളിക്കാറില്ല. പിന്നീട് ഈ പുതിയ 3 5v5 മാപ്പ് കിട്ടി. ഇത് ചെയ്യുന്നില്ല. 3 മാപ്പ് സത്യം പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇത്, വേറെ ഒന്നില്ല ലാൻസറുണ്ട്. ഞാനത് മെക്കറീനയുടെ ഒഫീഷ്യൽ ചാനലുണ്ട്. എനിക്കും ഈസ നോക്കില്ല കേട്ടോ. ക്രെഡിറ്റ്സ് എനിക്കിനി ഉണ്ടാകണം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇതൊരു ടോപ്പിക്കില്ലാത്ത വീഡിയോ ഒക്കെ. എന്നാലും അതിനെ പറ്റിയ ആൻസറിലേക്ക കോൺട്രാക്ട് തന്നെ കാണിക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. ഇനി ചിലപ്പോൾ അടുത്ത വീഡിയോ ഇതിനെ ഒന്നല്ലേ ഉള്ളു. അടുത്ത സ്ഥാനങ്ങളിൽ അവിടെ ആക്കിയിട്ട് ഇതാണ് വോർട്ടക്സ് അതിലൂടെ ബ്ലൂ പ്രിന്റ് എനിക്ക് ഒന്നും പോലും കിട്ടിയില്ല. എനിക്ക് ഏറ്റവും താല്പര്യമാണ്. അതപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത ഏത് ഗെയിമാണ് കളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തും ഷെയർ ചെയ്യുക. അപ്പം ബൈ.